ഞാൻ ഗോപാലകൃഷ്ണൻ സാറിനെ പോയി കണ്ടു. അദ്ദേഹം എനിക്ക് ഷുവർട്ടി സൈൻ ചെയ്ത് തരാമെന്നല്ലേ പറഞ്ഞത്. ഞാനും ഗോപാലകൃഷ്ണൻ സാറും ചേർന്ന് സാറിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പോകുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഉമ്മ. ഇതെനിക്കറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയ പായസം. ആ സ്പൂൺ കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് കോരി ആ ബോളിലിട്ട് നീ കഴിക്കണം. പറ്റില്ല. ഈ സ്പൂൺ കൊണ്ട് ഗൗതം ഈ പായസം കോരി എന്റെ വായിൽ വെച്ചേർന്നു. അപ്പോഴേ ഇതിന് ഇരട്ടി മധുരം ഉണ്ടാവുള്ളൂ. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടുള്ള ഏതൊരു പായസത്തിനേക്കാളും രുചി തോന്നുന്നുണ്ട് ഇതിന്. നമ്മുടെ വിജയത്തിന്റെ മധുരമുണ്ട് ഗൗതം ഇതിന്. എന്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ഗൗതം. ഇതേ ഗൗതമിന്റെ കഴിവിന് കിട്ടിയ അംഗീകാരമാണ്. എന്റെ കഴിവിനും അപ്പുറം എനിക്ക് നീ തരുന്ന ഒരു പിന്തുണയുണ്ട്. നിന്നെ കാണുമ്പോഴൊക്കെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മഞ്ഞച്ചരട് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അവളെ പൊന്നുകൊണ്ട് മൂടാനുള്ള ബാധ്യത നിനക്കുണ്ടെന്നും എന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചത് നിന്റെ കഴുത്തിലെ ഈ മഞ്ഞച്ചരട. പൊന്നുകൊണ്ട് മൂടാനൊന്നും ഇപ്പം എനിക്കാവില്ല. പക്ഷെ ഒരു 1 ഗ്രാം ഗോൾഡിന്റെ ചെയിൻ കൊണ്ടെങ്കിലും ഈ ചരട് എനിക്ക് മാറ്റണം. റോൾഡ് ഗോൾഡാണ്. നീ ആ താലി ഇതിൽ കൊരുത്തിടണം. ഇതേ മാറ്റേണ്ടത് ഞാനല്ല. ഈ ചരട് അഴിച്ചു മാറ്റി ഈ താലി ഗൗതം തന്നെ ഈ മാലയിൽ കോർത്ത് എന്റെ കഴുത്തിലിട്ട് തരണം. സന്തോഷം കൊണ്ട് തന്നെയാ. ഇപ്പൊ സങ്കടപ്പെടാനാവില്ലല്ലോ ഗൗതം. ഇതൊക്കെ അങ്ങ് മാറും നിധി. പഴയതുപോലെ ഡയമണ്ട് നെക്ലസുകൾ ഞാൻ നിനക്ക് സമ്മാനം തരുന്ന ഒരു കാലം വരും. ഒന്നും വേണ്ട ഗൗതം. പ്രതീക്ഷയോടെ സംസാരിക്കുന്ന, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഗൗതം ഒപ്പം ഉണ്ടെങ്കിൽ അതാണ് സ്വർഗം. എല്ലാം നമ്മൾ നേടും. നാളെ നമ്മൾ ഒരുമിച്ച് ഗോപാലകൃഷ്ണൻ സാറിന്റെ ഓഫീസിൽ പോകും. അവിടെ ചെന്ന് സാറുമായിട്ടുള്ള പാർട്ണർഷിപ്പിന്റെ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യണം. All the best, Gautam. Thanks. ഇനി ഗൗതം കൂടി സൈൻ ചെയ്താൽ മതി. താങ്ക് യു സർ. ഇനി നമുക്കിടയിൽ താങ്ക്സിന് സ്ഥാനമില്ല. ഒരർത്ഥത്തില് എന്റെ ഒരു സ്വപ്നമാണ് പൂർത്തീകരിച്ചത്. ബിസിനസ് ലോകത്തിലെ ബുദ്ധിജീവി ജീനിയസ് ഗൗതമും ഞാനും പാർട്ട്നേഴ്സ് ആയിരിക്കുന്നു. ഈ പ്രോപ്പർട്ടി ഇനി എന്റെ ഉടമസ്ഥതയിലാണെങ്കിലും ഗൗതമന് ഇഷ്ടമുള്ളതുപോലെ അത് പ്രയോജനപ്പെടുത്താം.
ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ പ്രോജക്റ്റിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം ഗൗതം നിശ്ചയിക്കുന്ന തുക ആ പ്ലോട്ടിന്റെ തുകയായിട്ട് തന്ന് ഈ ഡീൽ അവസാനിപ്പിക്കാം. ഇത് ഗൗതം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു തുടക്കമാകാൻ ഞാൻ ആശംസിക്കുന്നു. പറയരുതെന്ന് പറഞ്ഞെങ്കിലും പറയും സർ. ഒരുപാട് നന്ദിയുണ്ട്. ശരി, ഇത്തവണത്തേക്കും കൂടി ഞാനത് സ്വീകരിച്ചു. പക്ഷേ ഗൗതം, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ്. അത് വാങ്ങാൻ ഗൗതം വേദിയിലേക്ക് വരുമ്പോൾ സദസ്സിൽ ഒരു പുഞ്ചിരിയോടെ എനിക്കത് കാണണം. അതാണ് ഞാൻ ഈ പ്രോജക്റ്റിലൂടെ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും ഞാനത് സാധിച്ചു തന്നിരിക്കും സർ. ഇതെനിക്ക് സാറായിട്ട് തന്ന ഒരു തുടക്കമാണ്. സാറിന്റെ ഈ വാക്കുകൾ ഞാൻ പാലിച്ചിരിക്കും, ഉറപ്പ്. ഗൗതമിന്റെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം എടുത്തത് ഇവിടെ വെച്ചാ. ഈ പുതിയ ബിസിനസിന്റെ എഗ്രിമെന്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യം വരുന്നത് ഇവിടേക്ക് തന്നെ. കുറെ നാളുകളായി പരാജയത്തിന്റെ കഥകളും തോൽവിയുടെ സങ്കടങ്ങളും ഇറക്കി വയ്ക്കാൻ മാത്രമാ ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് വന്നത് ഈ സന്തോഷ വാർത്ത അറിയിക്കാനാ. എല്ലാം നേടിത്തരുന്ന ദേവിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. വാ. ദേവി, എന്നെ വിശ്വസിച്ച് എല്ലാ സങ്കടങ്ങളിലും എനിക്കൊപ്പം നിന്ന് ഒരു പരിഭവം പറയാതെ എനിക്ക് പിന്തുണ നൽകുന്നവളാ നിധി. അവൾക്ക് വേണ്ടി എനിക്ക് ജയിച്ചേ പറ്റൂ. ഒരു തടസ്സമില്ലാതെ എൻ്റെ ഈ പ്രോജക്റ്റ് നടത്തി തരണേ ഭഗവതി. ഭഗവതി, ഇന്നും എന്റെ ഗൗതമിന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. സമൂഹത്തിന് മുൻപിൽ ഗൗതമിന് തല ഉയർത്തി നിൽക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ. ഗൗതമിന്റെ കഴിവിനൊത്ത നിലയിലേക്ക് ഗൗതമിനെ ഉയർത്തണേ.